സേനാപതി വേണു സാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ എനിക്ക് മറുപടി ഭുവനേന്ദ്രൻ സാർ പറഞ്ഞത് കേട്ട് കാണും. ഈ ചെളിവാരി എറിയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണോ എന്ന്, ഒപ്പം തന്നെ BJP പ്രതിനിധി പറഞ്ഞതിനുള്ള മറുപടി കൂടി. അല്ല, അത് ഒരിക്കലും അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം ജനാധിപത്യത്തിൽ നടക്കുന്ന ഡിബേറ്റുകൾ അതൊരിക്കലും ചെളിവാരി എറിയലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുവായ ഒരു താല്പര്യത്തിനെതിരായിട്ടോ ഒന്നും ആകരുത്. അത് എന്താ പറഞ്ഞാൽ അത് ഏറ്റവും നല്ല ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിന് ഒരു തിരുത്ത്. ഒന്ന്, 7 ഡെലിഗേഷൻ പോയി. 7 ഡെലിഗേഷന്റെയും തലവൻ ശശി തരൂരല്ല. അപ്പോ ശശി തരൂരിനെ പോലെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പ്രഗത്ഭനാണ്, പ്രാഗൽഭ്യമുള്ളയാളാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച ആളാണ്. പക്ഷേ ബാക്കി 6 ഡെലിഗേഷനിൽ പോയവരാരും ഐക്യരാഷ്ട്രസഭയിൽ മത്സരിച്ച ആളുകളല്ലല്ലോ. കനിമൊഴി മത്സരിച്ചിട്ടില്ല, സുപ്രിയ സുളെ മത്സരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റാരും മത്സരിച്ചിട്ടില്ല. അപ്പം ഇനി നിങ്ങൾക്ക് ശശി തരൂരിനെയാണ് വിടേണ്ടിയിരുന്നത് എങ്കിൽ അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ MP ആണ്. ഏതായാലും കോൺഗ്രസിനെ ശശി തരൂരിനെ തോപ്പിക്കാനായിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു. ഇനി അത്ര മിടുക്കനാണ് ശശി തരൂരെങ്കിൽ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖറെ പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്രയും മിടുക്കനായ ആളെ പാർലമെന്റിലേക്ക് ഒരു മത്സരമില്ലാതെ ഞങ്ങൾ തെരഞ്ഞെടുക്കണം, അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഏതായാലും ചെയ്തില്ല. നിങ്ങൾ അദ്ദേഹത്തെ തോപ്പിക്കാനുള്ള എല്ലാ ചതുരുപായങ്ങളും ചെയ്തു. കോൺഗ്രസുകാരാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചതും എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോ അദ്ദേഹത്തെ ഈ ഡെലിഗേഷന്റെ തലവനായിട്ട് വിടണമെങ്കിൽ നിങ്ങൾ ആദ്യം കോൺഗ്രസ് പാർട്ടിയോടല്ലേ ആവശ്യപ്പെടേണ്ടത്. ഞങ്ങൾ ഈ കഴിവും പ്രാപ്തനുമായ ആളെ ഇദ്ദേഹത്തെ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നു. അതിന് വേറൊന്നും വേണ്ട, അത് രാഷ്ട്രീയ മര്യാദയാണ്. ആ രാഷ്ട്രീയ മര്യാദയിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ പ്രിഫർ ചെയ്യുന്നു. നിങ്ങൾ കോൺഗ്രസിൽ നിന്നുള്ള സംഘത്തിൽ ഇദ്ദേഹത്തെ കൂടി വരണം എന്നുള്ളതല്ലേ. അതല്ലാതെ കോൺഗ്രസിന്റെ MP-യെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളവരെ നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അത് എന്ത് പ്രതിപക്ഷ ബഹുമാനമാണുള്ളത്. അപ്പം ഇനി അത് തന്നെയുമല്ല, ഇദ്ദേഹം ഇല്ലാത്ത വേറെ 6 സംഘവും പോയല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യവും എന്താ പറഞ്ഞ കഴിവും പ്രാപ്തിയും ഒക്കെ ഈ ഒരു സംഘത്തിനല്ലേ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 6 സംഘത്തെ നയിച്ചിട്ടുള്ളവര് അവരാരും ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചവരോ അല്ലെങ്കിൽ വിശ്വപൗരന്മാരോ ഒന്നും അല്ലല്ലോ. അപ്പോ അദ്ദേഹം ആണെങ്കിൽ 6 സംഘത്തെയും ഓരോ പ്രാവശ്യം പോയിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള 6 സംഘത്തെയും അദ്ദേഹമാണ് നയിക്കേണ്ടത്. അദ്ദേഹം ഇല്ലാത്ത സംഘങ്ങളും പോയി വിജയകരമായി കാര്യങ്ങൾ നയിച്ചു. എന്നാ പിന്നെ ഈ അവസരത്തിൽ ഇനി കോൺഗ്രസിനകത്ത് ആരെങ്കിലും അസംതൃപ്തരായിട്ടുണ്ടോ, അതൃപ്തി ഉള്ളവരുണ്ടോ, അത് എന്താ പറഞ്ഞേ, അവിടെ ഒരു അശാന്തിക്ക് ഒരു കല്ല് ഞങ്ങളൊന്ന് എറിഞ്ഞേക്കാം. ശശി തരൂർ അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ സംസാരിക്കുമോ, ലോക്സഭയിൽ സംസാരിക്കുമോ? സേനാപതി വേണു സാർ അങ്ങനെയാണെങ്കിൽ തരൂർ സംസാരിക്കുമോ ഈ ഒരു വിഷയത്തിൽ പാർലമെന്റിൽ? നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചാൽ പോരെ. അപ്പൊ അതിന്റെ അകത്തൊക്കെ BJPക്ക് ശക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആര് സംസാരിക്കണമെന്നുള്ള കാര്യം അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അത് ഞങ്ങളുടെ പ്രൊറോഗേറ്റീവ് ആണ്. അതും കൂടി BJPക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞ പിന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ എന്താണ്? അതുകൊണ്ട് അതെങ്കിലും അത് പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനിച്ച്, അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി ചേരുമ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ആരൊക്കെ സംസാരിക്കണം എന്നുള്ളത് അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. ശരി, വ്യക്തമാണ്. ഓക്കെ.